നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ഊതയ കർമ്മവാസനാഹ എന്നാണ് ഈ സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഊതികൾ എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ. ശുഭവാസന, അശുഭവാസന, ഇങ്ങനെ രണ്ടുണ്ട്. ഈ കർമ്മവാസനകളാണ് നമ്മളെ കൊണ്ട് ഓരോന്നും ചിന്തിപ്പിക്കണതും ചെയ്യിക്കണതും. എന്ന് വെച്ചാൽ മുൻപേ ചെയ്തു പോകുന്ന കർമ്മങ്ങളുടെ ഒരു ശീലങ്ങൾ, അങ്ങനെ പറയാം, ശീലം എന്ന് പറയാം. നമുക്ക് സദ്വാസന ഉണ്ടാവണമെങ്കിൽ, ശുഭമായ വാസന ഉണ്ടാവണമെങ്കിൽ സജ്ജനങ്ങളുടെ പ്രത്യേകമായ കൃപാകടാക്ഷം കൊണ്ടേ സാധിക്കുള്ളൂ. അശുഭവാസന ഉണ്ടാകുന്നത് സജ്ജനങ്ങൾക്ക് നമ്മളിൽ പറ്റിപ്പോകുന്നതായിട്ടുള്ള അലോഗ്യം കൊണ്ടും. അപ്പോൾ നമ്മൾ ഈ സപ്തമസ്കന്ധം നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടാൽ മനസ്സിലാക്കണം, സദ്വാസനകൾ ആണ് ഉണ്ടാവേണ്ടത്, നല്ല കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് സജ്ജനങ്ങൾക്ക് പ്രിയമാവുന്നത് മാതിരി, അവരുടെ അനുഗ്രഹം ലഭിക്കുന്നത് മാതിരി വേണം നമ്മൾ ജീവിക്കാൻ എന്ന് ഈ സ്കന്ധത്തിലെ കഥകളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ, അതാണ് ഈ സ്കന്ധത്തിലെ അവസാനം 5 അധ്യായം. സജ്ജനങ്ങൾക്ക് നമ്മളോടൊരു ആനുകൂല്യം തോന്നാൻ പാകത്തിന്, അവരുടെ അനുഗ്രഹഭാവം നമ്മൾക്കുണ്ടാവാൻ പാകത്തിന് നമ്മൾ എങ്ങനെ അവനവൻ്റെ ധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു തരണം. അങ്ങനെ അവനവൻ്റെ ധർമ്മത്തെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സജ്ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സദ്വാസനകൾ ഉണ്ടാവും, തനിയെ ഹൃദയശുദ്ധി ഉണ്ടായി വരും. ഇതിനു മുൻപത്തെ 6ാമത്തെ സ്കന്ധത്തിലെ അവസാനം മരുതുൽപ്പത്തി എന്ന കഥ പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന പരീക്ഷിത് മഹാരാജാവിന് ഒരു സംശയം ഉണ്ടായി. ഭഗവാൻ ദേവന്മാരോട് കൂടിയിട്ട് അസുരന്മാരെ ഇല്ലാതെയാക്കണു എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണല്ലോ ദിതി ദേവി ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് പുത്രനുണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്. അതെന്തിനാ ഭഗവാൻ അങ്ങനെ അസുരന്മാരോടൊരു വൈരം ചെയ്യണത്, ദേവന്മാരെ സഹായിക്കണത് എന്നാണ് രാജാവ് പരീക്ഷത്ത് സംശയമായിട്ട് ചോദിക്കുന്നത്. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധിയിൽ വിഷമോ യഥാ. ഭഗവാൻ എല്ലാ പ്രാണികൾക്കും സമനാണ്, പ്രിയനാണ്, സുഹൃത്താണ്. എന്നിട്ട് എന്തിനെ രാഗദ്വേഷങ്ങളൊക്കെയുള്ള ഒരാളെപ്പോലെ, വിഷമനായ ഒരാളെപ്പോലെ ഇന്ദ്രന് വേണ്ടിയിട്ട് അസുരന്മാരെ വധിക്കുന്നു? നഹ്യസ്യ അർത്ഥസുരഗണീഹി സാക്ഷാൻ നിശ്രേയസാത്മനഃ നൈവാസുരേഭ്യോ വിദ്വേഷോ നോദ്വേഗശ്ചാഗുണസ്യ. നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന് ഇന്ദ്രാദി ദേവന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഭഗവാൻ സ്വതവേ ആനന്ദ സ്വരൂപനാണ്. ഇനി ദേവന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഉണ്ടാവാനില്ല. അതിനല്ല ഭഗവാൻ അവരെ സഹായിക്കുന്നത്. അതുപോലെ ഗുണാതീതനായിട്ടുള്ള ഭഗവാന് അസുരന്മാരെക്കുറിച്ച് ഭയവുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഭഗവാൻ ഈ ദേവപക്ഷത്ത് നിന്നിട്ട് അസുരന്മാരെ എതിർക്കുന്നത്? ഈ ഒരു സംശയം. ഇരിതസ്സു മഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയസ്വഭാഞ്ജാത തദ്ഭവാൻ ചേത്തുമർഹതി. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ,
എൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ വലിയൊരു സംശയം ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഉണ്ടായിരിക്കണോ, അത് തീർത്തു തരാൻ അവിടുന്നേ ഉള്ളൂ എന്നിങ്ങനെ ശ്രീ ശുകബ്രഹ്മർഷിയോട് പറഞ്ഞു. ശുകബ്രഹ്മർഷി അതിന് ഉത്തരം പറയാം. സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമത്ഭുതം യത് ഭാഗവതമാഹാത്മ്യം ഭഗവത് ഭക്തിവർദ്ധനം ഗീയതേ പരമം പുണ്യം ഋഷിഭിർനാരദാദിഭി നത്വാ കൃഷ്ണായ മുനയേ കഥയിഷ്യേ ഹരേ കഥാം. ഹരേശ്ചരിതമത്ഭുതം, ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ലീലയെപ്പറ്റി അങ്ങ് ചോദിച്ചുവല്ലോ, വളരെ നന്നായി. യാതൊന്നുകൊണ്ട് ഭക്തി വർദ്ധിക്കും? ആ പരമപുണ്യമായ പ്രഹ്ലാദൻ്റെ ചരിത്രം ശ്രീനാരദാദി മഹർഷീശ്വരന്മാർ പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. ആ ഭഗവാനെ സംബന്ധിച്ച കഥ ശ്രീപതി വ്യാസമുനിയെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. നിർഗുണോ വിശ്യജോ അവ്യക്തോ ഭഗവാൻ പ്രകൃതേ പരഃ സ്വമായാഗുണമാവിശ്യ ബാധ്യബാധകതാം ഗതാ. ഭഗവാൻ പ്രകൃതിയിൽ നിന്നും പരനായിട്ടുള്ളവനാണ്, നിർഗുണനാണ്, ജനനമരണാദികളില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ രാഗം ദ്വേഷം മുതലായതൊന്നുമില്ല. അതുകൊണ്ടുണ്ടാകാവുന്ന ദേഹങ്ങളോ ഇന്ദ്രിയങ്ങളോ ഇതൊന്നുമില്ല. ഭഗവാൻ തൻ്റെ യോഗമായയുടെ ഗുണങ്ങളെ സ്വീകരിച്ച് ബാധ്യനാണ്, ബാധകനാണ് എന്നൊക്കെ തോന്നിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭഗവാന് ഇതൊന്നിനോട് ഒരു ബന്ധവും ഇല്ല. സത്വം രജസ്തമൈതി പ്രകൃതിർന്ന ആത്മനോ ഗുണാഃ നേഷാം യുഗഭദ്രാജൻ ഹ്രാസ ഉല്ലാസ ഏവവാം. സത്വരജസ്തമസ്സുകൾ പ്രകൃതിയുടെ ഗുണങ്ങളാണ്, ആത്മാവിൻ്റെ അല്ല. ഭഗവാൻ ആത്മാവാണല്ലോ, പ്രകൃതിയിൽ നിന്നും പരനാണല്ലോ. ത്രിഗുണങ്ങളൊക്കെ പ്രകൃതിയുടേതാണ്, ആത്മാവിൻ്റെ അല്ല. അവയ്ക്ക് ഏറ്റമുണ്ടാവും, വൃദ്ധിയുണ്ടാവും, കുറവുണ്ടാവും. പക്ഷേ ഈ ഗുണങ്ങൾ ഏറുകയും കുറയുകയും ഒരേ സമയത്ത് സംഭവിക്കാറില്ല. യുഗപത് ഒരുമിച്ച് അത് സംഭവിക്കാറില്ല. ഒന്ന് ഏറുമ്പോൾ മറ്റൊന്ന് കുറയും. കാലത്തിനനുസരിച്ചാണ് അതിൻ്റെ മാറ്റം ഉണ്ടാവുന്നത്. ജയകാലേതു സത്വസ്യ ദേവഋഷീൻ രജസോ സുരാൻ തമസോ യക്ഷരക്ഷാംസി തൽക്കാലാനുഗുണോ ഭജൽ. സത്വഗുണം ജയിക്കുന്ന കാലത്ത് ദേവന്മാർ, ഋഷിമാർ, രജസ് ജയിക്കുന്ന കാലത്ത് അസുരന്മാർ, തമസ് ഏറുന്ന കാലത്ത് രാക്ഷസന്മാർ, യക്ഷസുകൾ, രക്ഷസുകൾ, ഇവരൊക്കെ ജയിച്ചു നിൽക്കുന്നു. ഇവരുടെ കൂടെയാണ് ഭഗവാൻ എന്ന് തോന്നുന്നു നമുക്ക്, അത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു തോന്നൽ മാത്രമാണ്. ജ്യോതിരാതിരിവ അഭാതി സംഘാതാന്ന വിവച്യത്തെ വിദന്ത്യാത്മാനമാത്മസ്ഥം കവി മഥിത്വാ കവയോം തതഃ. ജ്യോതിരാതിരിവ അഭാതി, അഗ്നി പലതരത്തിലുള്ള വിറകിൽ പലതരത്തിൽ കാണപ്പെടും. വിറകിൻ്റെ വ്യത്യാസം കൊണ്ട് അഗ്നിയുടെ രൂപത്തിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ വെള്ളം ഓരോ പാത്രത്തിൽ വെച്ചാലും ഓരോ രൂപത്തിൽ കാണപ്പെടും. ആകാശവും അതുപോലെ തന്നെ. അതൊക്കെ എന്തിൽ ഇരിക്കുന്നു അതിനനുസരിച്ചിട്ട് അതിൻ്റെ രൂപത്തിന് വ്യത്യാസം വരണം. സത്യത്തിൽ അതിന് രൂപമില്ല, അഗ്നിക്കുമില്ല, ആകാശത്തിനുമില്ല, വെള്ളത്തിനുമില്ല. ഇതുപോലെ ഭഗവാൻ ആത്മാവ്, അതിനും പ്രത്യേകിച്ച് രൂപങ്ങളില്ല. അത് ഈ സകലത്തിനും ഇരിക്കുന്നു, അതാതെന്ന് തോന്നിക്കുന്നു. തോന്നിക്കൽ മാത്രമാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മഥിത്വാ കവയോന്തത, കവികളായിട്ടുള്ളവർ, ഭാവനാശീലന്മാരായ, ചിന്താശീലന്മാരായ, ധിഷണശാലികളായിട്ടുള്ള ആൾക്കാർ വളരെയധികം വിചാരം ചെയ്തെടുക്കുന്നതാണ് ആത്മഭാവം എന്താണ് എന്നുള്ളത്. അല്ലാത്തവർക്ക് അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. യഥാ ശുശ്രൂഷുപുര ആത്മനഃ പരോ രജസ്രജത്യേഷ പൃഥക് സ്വമായയാ സത്വം വിചിത്രാസുരിരം സുരീശ്വര ശൈഷ്യമാണസ്തമ ഈരയത്യസോ. പരാൽപരനായിട്ടുള്ള ഭഗവാൻ എപ്പോൾ ഈ ജീവൻ്റെ ഭോഗത്തിന് വേണ്ടിയിട്ട് ശരീരങ്ങളെയൊക്കെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ തൻ്റെ യോഗമായ കൊണ്ട്
രജോ ഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നു. ഭോഗം വേണമെന്ന് കരുതുമ്പോൾ രജോ ഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നു. ഓരോരോ ശരീരങ്ങളിലും പ്രവേശിച്ച് രൂപങ്ങളിലും വന്ന് ലീലയാടാൻ ആഗ്രഹിക്കുമ്പോൾ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്നു. എപ്പോൾ ഇതെല്ലാം മതിയാക്കി യോഗനിദ്ര ചെയ്യാൻ ശൈഷ്യമാണഹ, ഇതെല്ലാം മതിയാക്കി യോഗനിദ്ര ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ തമസ്സിനെയും അവിടുന്ന് വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ തൻ്റെ ഇച്ഛ കൊണ്ടാണ്. എന്തെങ്കിലും ചെയ്യാനും അതുപോലെ ഭുജിക്കാനും ആഗ്രഹിക്കുമ്പോൾ രജോ ഗുണവും, ഭഗവാന്റെ ലീല സ്വയം ആടാൻ ആഗ്രഹിക്കുമ്പോൾ സത്വഗുണവും, അല്ലാത്ത സമയത്ത് എല്ലാം മതിയാക്കുന്ന സമയത്ത് തമോ ഗുണമൊക്കെ തനിയെ ഇവിടെ മാറി മാറി വരുന്നതാണ്. ആ ഗുണങ്ങളെ കൊണ്ട് ഭഗവാൻ കളിക്കുകയാണ്. ഭഗവാൻ ഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. ഭഗവാൻ തൻ്റെ ഇഷ്ടം പോലെ വേണ്ടപ്പോൾ വേണ്ടതിനെ സ്വീകരിക്കുന്നു. കാലം ചരന്തം സൃജതീശ ആശ്രയം പ്രധാന പുംഭ്യാം നർദേവ സത്യകൃൽ യേഷ രാജന്നപി കാല ഈശിത സത്വം സുരാനീകമവൈധയത്യതഃ തൽപ്രത്യനീകാന സുരൻ സുരപ്രിയോ രജസ്തമസ്കാൻ പ്രവിണോത്യുരുശ്രവാഹ. തൻ്റെ സങ്കല്പം കൊണ്ട് തന്നെ എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ള ഭഗവാൻ പ്രധാനം, പുരുഷൻ എന്നീ നിമിത്തങ്ങൾ കൊണ്ട് അവയ്ക്ക് ആശ്രയമായി പ്രവർത്തിക്കുന്ന കാലത്തെയും സ്വയം സൃഷ്ടിക്കുന്നു. ഭഗവാൻ എപ്പോഴാണ് സൃഷ്ടിക്കണം എന്നാഗ്രഹിക്കുന്നത്? ഭഗവാന്റെ സങ്കല്പം വരുന്ന സമയത്താണ് കാലം പോലും ചലിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒന്നായിട്ടുള്ള ഭഗവാൻ പ്രധാനമെന്നും പുരുഷനെന്നും രണ്ടായി മാറുന്നതും അവയിലൂടെ സൃഷ്ടിയല്ല ഇവിടെ വർദ്ധിക്കുന്നതും. ഈ പറഞ്ഞ കാലമാണ് സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ സാത്വികന്മാരിൽ പ്രിയമുള്ളവനായിട്ട് തോന്നും ഭഗവാനെ. അതേപോലെ രജോ ഗുണവും തമോ ഗുണവും ഭഗവാൻ എപ്പോൾ വേണമെന്ന് കരുതുന്നു അപ്പോൾ അതിനെ സ്വീകരിക്കുന്നു. അത്രമാത്രം. ഇതൊന്നും ഭഗവാനെ ബാധിക്കേണ്ടതല്ല. അത്രൈവോദാഹൃത പൂർവമിതിഹാസ സുരർഷിണ പ്രീത്യാ മഹാകൃതൗ രാജൻ പൃച്ഛതേ ജാതശത്രവേ. ഭഗവാൻ ഹിരണ്യാക്ഷൻ മുതലായിട്ടുള്ള അസുരന്മാരെയൊക്കെ വധിച്ചത് ദേവന്മാരോട് പക്ഷപാതമുള്ളതുകൊണ്ടൊന്നുമല്ല, ആ അസുരന്മാരോട് കാരുണ്യമുള്ളതുകൊണ്ട്. ഭഗവാൻ എല്ലാവരോടും കാരുണ്യമാണ്. അത് പറയാൻ ഇതാ ഒരു കഥ പറയാൻ ആരംഭിക്കുന്നു. അത്രൈവോദാഹൃതപൂർവം ഇതിഹാസസുരർഷിണ പ്രീത്യാ മഹാകൃതൗ രാജൻ പൃച്ഛതേ ജാതശത്രവേ. ഈ വിഷയത്തിൽ സംശയമുണ്ടായിരുന്ന ധർമ്മപുത്രർക്ക് രാജസൂയത്തിൽ വെച്ച് ശ്രീനാരദ മഹർഷി ഒരു ഇതിഹാസം പണ്ട് പറഞ്ഞു കൊടുക്കേണ്ടായിട്ടുണ്ട്. ദൃഷ്ട്വാ മഹാത്ഭുതം രാജ രാജസൂയേ മഹാകൃതൗ വാസുദേവേ ഭഗവതി സായുധ്യം ചേതി ഭൂഭുജാം തത്ര ആസീനം സുരർഷിം രാജാ പാണ്ഡുസുത കൃതൗ പപ്രച്ഛ വിസ്മിതമനാഹ മുനീനാം ശൃണ്വതാമിതം. രാജസൂയ മഹായാഗത്തിൽ വെച്ച് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീ വാസുദേവൻ പൂജിക്കപ്പെടുന്ന സമയത്ത് ശിശുപാലൻ ആ ഭഗവാങ്കൽ ചെന്ന് ലയിക്കുന്നത് കണ്ടു. ഭഗവാനെ ചീത്ത പറഞ്ഞതും ഭഗവാൻ ത്രിചക്രമയച്ച് അയാൾക്ക് സായുജ്യം കൊടുത്തതായിട്ടുള്ള കഥ അതിൻ്റെ ഈ ദശമത്തിൽ വിസ്തരിച്ച് പറയാനിരിക്കണം. ശിശുപാലൻ ആ ഭഗവാങ്കൽ പോയി ലയിക്കുന്നത് കണ്ടു. അപ്പോഴാണ് പാണ്ഡപുത്രനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മപുത്രൻ ആശ്ചര്യത്തോടു കൂടിയിട്ട് മഹർഷിമാരൊക്കെ കേൾക്കെ ശ്രീനാരദ മഹർഷിയോട് ചോദിച്ചത്, അഹോ അത്യദ്ഭുതം ഹ്യേതർ ദുർലഭ ഏകാന്തിനാമപി വാസുദേവേ പരേ തത്വേ പ്രാപ്തിശ്ചൈദ്യസ്യ വിദ്വിഷഃ. പരാൽപരനായിട്ടുള്ള ഭഗവാങ്കൽ ഏകാന്ത ഭക്തന്മാർക്ക് പോലും സുദുർലഭമായിരിക്കുന്ന സായുജ്യമുക്തി സദാ ഭഗവാനെ ദ്വേഷിച്ചു കൊണ്ടിരുന്ന ശിശുപാലൻ എങ്ങനെ സിദ്ധിച്ചു? അത് അത്യാശ്ചര്യമായിട്ട് തോന്നുന്നു. ഏതത് വേദിതമിച്ഛാമ സർവ ഏവ വയം മുനേ ഭഗവൻ നിന്ദയാവേനോ ദ്വിജയസ്തമസി പാതിതഃ. ഞങ്ങളെല്ലാവരും ഇതറിയാൻ ആഗ്രഹിക്കുന്നു. വേനൻ ഭഗവാനെ നിന്ദിച്ചു, അങ്ങനെ ബ്രാഹ്മണരാൽ നരകത്തിലേക്ക് പതിപ്പിക്കപ്പെട്ടു. അതുപോലെ ശിശുപാലനും ഭഗവാനെ എത്ര നിന്ദിച്ചിട്ടുണ്ട്.
അപ്പം ഇയാൾ നരകത്തിലേക്ക് വീഴല്ലേ വേണ്ടത്? എങ്ങനെയാണ് ഭഗവത് പദത്തിലേക്ക് മുക്തി ഉണ്ടായത്, സായുജ്യമുണ്ടായത്? ഇതാണ് ഞങ്ങളുടെ സംശയം. ദമഘോഷസുതപ്പാപ ആരഭ്യ കളഭാഷണ അത് സമ്പ്രത്യമർഷി ഗോവിന്ദേ ദന്തഭക്തശ്ചതുർമതി. പാപം മാത്രം ചെയ്തു പോകുന്നതായിട്ടുള്ള ശിശുപാലൻ, ദുർബുദ്ധിയായിട്ട് ദന്തഭക്തൻ, ഇവരൊക്കെ ബാല്യം മുതൽക്കേ ഭഗവാനെ ദ്വേഷിക്കുന്നവരാണ്, ഭഗവാനെ എതിർത്തു പറയുന്നവരാണ്. ശപഥോ രസഹൃദ് വിഷ്ണു യത് ബ്രഹ്മ പരമവ്യയം ശ്വിത്രോ ന ജാതോ ജിഹ്വായാം നാന്ധം വിവിശതസ്തമഃ. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള സർവേശ്വരനെ ശപിക്കുന്ന അവരുടെ നാവില് വെളുത്ത കുഷ്ഠം ഉണ്ടാവേണ്ടതല്ലേ? ശ്വിത്രം എന്ന് പറഞ്ഞാൽ വെളുത്ത കുഷ്ഠം വരേണ്ടതല്ലേ? വേദനയുള്ള ആ ഒരു പുണ്ണ് അവർക്ക് വരേണ്ടതായിരുന്നില്ലേ? അതുപോലെ നാന്ധം വിവിശതസ്തമഃ, വലിയ നരകത്തിൽ അവർ പതിക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ഭഗവാനെ ഇങ്ങനെ എതിർക്കുന്ന ഒരാൾക്ക് ഇഹലോകത്ത് വലിയ മഹാരോഗങ്ങൾ വരണം, മരിച്ചു പോയാലും നരകത്തിൽ ചെന്ന് വീഴണം. ഇത് രണ്ടും ഇയാൾക്കുണ്ടായില്ല. അതെങ്ങനെ? കഥം തസ്മിൻ ഭഗവതി ദുരവഗ്രാഹധാമനി പശ്യതാം സർവലോകാനാം ലയമീയ ദുരഞ്ജസ. സാധാരണക്കാർക്ക് ഒരിക്കലും പ്രാപിക്കാൻ പറ്റാത്ത സർവേശ്വരനായിട്ടുള്ള ഭഗവാങ്കൽ ബാക്കി എല്ലാവരും നോക്കി നിൽക്കെ അവർ ചെന്ന് ലയിച്ചു. എങ്ങനെ സംഭവിച്ചു? ഏതത് ഭ്രാമ്യതമേ ബുദ്ധി ദീപാർച്ചിരിപവായുന ബ്രൂഹ്യേതദ്ഭുതതമം ഭഗവാൻ സ്തത്ര കാരണം. ഈ അത്യാശ്ചര്യമായിട്ടുള്ള സംഭവത്തെപ്പറ്റി ചിന്തിച്ചിട്ട് എൻ്റെ ബുദ്ധി വല്ലാണ്ട് ഭ്രമിക്കണു. കാറ്റ് വരുമ്പോൾ എങ്ങനെയാ ദീപജ്വാല ഇളകണത്, അതുപോലെ എൻ്റെ മനസ്സ് ആടി ഉലയണു. അവിടുന്ന് തന്നെ ഇതിനുള്ള കാരണം പറഞ്ഞു തരണം എന്നിങ്ങനെ യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട്. രാജ്ഞസ്തദ്വച ആകർണ്യ നാരദോ ഭഗവാൻ ഋഷി തുഷ്ടപ്രാഹതമാഭാഷ്യ ശൃണ്വത്യാസ്തൽസദ കഥ. സർവജ്ഞനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി ധർമ്മപുത്രരുടെ ചോദ്യം കേട്ടിട്ട് ആ സദസ്സ് മുഴുവൻ കേട്ടോട്ടെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചിലത് പറയാൻ തുടങ്ങി. നിന്ദനസ്തവസൽക്കാരണ്യക്കാരാർത്ഥം കളേബരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. നിന്ദിക്കുക, സ്തുതിക്കുക, സൽക്കരിക്കുക, തിരസ്കരിക്കുക, അതൊക്കെ ഈ ശരീരം ഞാനാണ് എന്ന് കരുതുന്ന ആൾക്കാർക്ക്, അവിവേകികൾക്ക് മാത്രമുള്ളതാണ്. താൻ ആരാണ്? ഈ ശരീരം എന്താണ്? തൻ്റെ ശരീരം എന്നേ ഉള്ളൂ, താൻ ഈ നാമവുമല്ല രൂപവുമല്ല എന്ന വിവേകം ഉണ്ടായിട്ടുള്ളവർക്ക് ഈ ശരീരത്തിനെ മറ്റുള്ളവർ വന്ദിക്കുകയും നിന്ദിക്കുകയും എന്താ ചെയ്തോട്ടെ, അതൊന്നും അവരെ ബാധിക്കാറില്ല. ഹിംസ തദഭിമാനേന ദണ്ഡപാരുഷയോർ യഥാ വൈഷമ്യമിഹ ഭൂതാന മമാഹമിതി പാർത്ഥിവ യന്നിബദ്ധോ അഭിമാനോയം തദ്വധാൽ പ്രാണിനാം വധ തഥാ നയസ്യ കൈവല്യാത് അഭിമാനോഖിലാത്മനഃ പരസ്യ ധമകർത്തുർഹി ഹിംസാകേനാസ്യ കൽപ്യതേ. പറയാണ്, ശരീരത്തിൽ ഇത് എൻ്റേതാണ്, ഇത് ഞാൻ തന്നെയാണ് എന്നൊക്കെ അഭിമാനം ഉള്ളവർ, അവർക്ക് ഇതിനെ ദണ്ഡിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ ഒക്കെ പലതരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവും. പ്രാണികൾക്ക് ശരീരത്തിൽ അഭിമാനം വന്നാൽ ആ ശരീരത്തിനെ വധിക്കുന്ന സമയത്ത് തന്നെ വധിച്ചു എന്നൊക്കെ തോന്നും. എന്നാൽ അപ്രകാരം ഒരഭിമാനം സർവാത്മാവായിട്ടുള്ള ഭഗവാന് ഇല്ല. അവിടുന്ന് അദ്വിതീയനാണ്. ഈ കാണുന്നതെല്ലാം അവിടുന്ന് തന്നെയാണ്, അവിടുന്ന് അല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിൽ പ്രത്യേകിച്ച് ഇത് ഞാൻ എന്നൊരഭിമാനം അവിടത്തേക്ക് ഇല്ല. അപ്പം പിന്നെ പരാൽപരനായിട്ടുള്ള അവിടത്തേക്ക് ഹിംസ ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റും? ഈ ശരീരമാണ് ഞാനെന്ന് അഭിമാനിച്ചാലേ അതിനോടുള്ള ഹിംസ തന്നെ ബാധിക്കുന്നതായിട്ട് തോന്നുള്ളൂ. ഭഗവാനോട് ഹിംസ ചെയ്യാൻ ആർക്ക് പറ്റും? ഭഗവാൻ അങ്ങനെ അഭിമാനം ഇല്ലാത്തതിനാൽ. വിവേകിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തന്നെ ശരീരത്തിനെ നിന്ദിക്കുന്നത് തന്നെയല്ല എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സാക്ഷാത് ജഗദീശ്വരനത് അറിയില്ലേ? അതൊന്നും അവിടുത്തെ ബാധിക്കണില്ല. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ
സ്നേഹാത് കാമേന വാ യുഞ്ജ്യാൽ കഥഞ്ചിന്നേക്ഷതേ പൃഥക്. അതുകൊണ്ട് നിരന്തരമായിട്ട് ഭഗവാനോട് വൈരം ചെയ്തോളൂ. ആരോടും വൈരമില്ലാതെ ഭക്തിയെ ചെയ്തോളൂ. ഭയം ചെയ്തോളൂ, സ്നേഹം ചെയ്തോളൂ, കാമം ചെയ്തോളൂ. എന്തെങ്കിലും ഒരു വികാരം കൊണ്ട് ഭഗവാനിൽ ഈ മനസ്സ് ഏകാഗ്രമാക്കുകയാണ് വേണ്ടത്. എന്ത് വികാരമാണെങ്കിലും വേണ്ടില്ല, അത് ഭഗവാനോടാക്കുക, മറ്റുള്ളതൊക്കെ വിടുക. അങ്ങനെ ക്രമേണ ഭേദദർശനം ഇല്ലാത്തതായി തീരാൻ ആർക്കും സാധിക്കും. ഏത് വികാരമാണെങ്കിലും അത് ശക്തമായിട്ട് ഭഗവാനോട് വെച്ചാൽ ക്രമേണ മനസ്സ് ശുദ്ധാവും, മനസ്സിൽ ഈ ദുർവികാരങ്ങൾ ഇല്ലാണ്ടാവും. യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയതാമിയാത് ന തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി. ഭഗവാനോട് നിരന്തരമായിട്ടുള്ള വൈരഭാവം, ശത്രുതാഭാവം ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഭഗവാനിലേക്ക് തന്മയീഭാവത്തിലെത്തും. അത്ര പെട്ടെന്ന് ഭക്തിയോഗം കൊണ്ടുപോലും എത്തുകയില്ല എന്നാണ് എൻ്റെ ദൃഢമായിട്ടുള്ള അഭിപ്രായം. നാരദ മഹർഷി പറയുക, എന്താ കാരണം? ഭഗവാനോടുള്ള എതിർപ്പിന് ഭക്തിയോഗത്തിനേക്കാളും ശക്തി കൂടുന്നു പറയാൻ. കീടപേശസ്കൃതാരുദ്ധ കുഡ്യായാം തമനുസ്മരൻ സംരംഭ ഭയയോഗേന വിന്ദതേ തത്സരൂപതാം. ഒരു പുഴു, അതിനെ വേട്ടാളൻ ചുമരുമ്പിൽ ഒരു മണ്ണോട്ട് കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പുഴുവിനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കും. ഈ പുഴു അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വേട്ടാളിനെ തന്നെയാണ് ധ്യാനിക്കണത്. ദ്വേഷത്തോടു കൂടിയിട്ടും ഭയത്തോടു കൂടിയിട്ടും അതിനെ തന്നെ ധ്യാനിച്ച് കൂട് പൊട്ടിച്ച് പുറത്തു വരുമ്പോഴേക്കും ഒരു വേട്ടാളിനായിട്ടാണ് വരിക. ഇതുപോലെ ഭഗവാനെ നിത്യം നിരന്തരം ധ്യാനിക്കണമെങ്കിൽ ശത്രുതാഭാവാന്നല്ല, ഭഗവാനെ എന്നല്ല ഏത് വസ്തുവിനെയാണെങ്കിലും. നമുക്ക് സ്നേഹമുള്ളവരുണ്ട്, നമ്മളോട് സ്നേഹമുള്ളവരുണ്ട്. അവരെ എപ്പോഴും ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ എതിർക്കുന്നവരുണ്ട്, ശത്രുതയുള്ളവരുണ്ട്, അവരെ കൂടുതൽ സമയം നമ്മൾ ഓർക്കാറുണ്ട്. അപ്പോൾ ഭഗവാങ്കരേക്കും അങ്ങനൊരു ഭാവം ഉണ്ടായി ശിശുപാലന്. അതാണ് പെട്ടെന്ന് ഇങ്ങനെ മോക്ഷം കിട്ടാൻ കാരണം എന്ന് പറയുക. ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ പൂതപാത്മാന തമാപുരണ ചിന്തയാ. അതുകൊണ്ടാണ് അവര് വൈരഭാവം വെച്ചത് സാക്ഷാൽ മായാമനുജനായിട്ടുള്ള ഈശ്വരനോടാണ്. മനുഷ്യരൂപത്തിൽ മായ കൊണ്ട് വന്നു എന്നേ ഉള്ളൂ, ഈശ്വരൻ തന്നെയാണതേ. ആ സച്ചിദാനന്ദമൂർത്തിയോട് വൈരഭാവം വെച്ച് അവര് ഭഗവത്പരന്മാരായി, പരിശുദ്ധന്മാരായി ഭഗവാങ്കലെത്തി. കാമാദ്വേഷ ദയാ സ്നേഹാത് യഥാഭക്തി ഐശ്വര്യ മനഃ ആവേശ്യ തദഘം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാഃ. ഭക്തി കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കുന്നത് പലരും, അതേപോലെ തന്നെ കാമം കൊണ്ട്, ദ്വേഷം കൊണ്ട്, ഭയം കൊണ്ട്, സ്നേഹം കൊണ്ട്, പല വികാരങ്ങളെ കൊണ്ടും ഭഗവാനെ സദാ സ്മരിച്ചവരുണ്ട്. അവരൊക്കെ ഭഗവാനിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഭക്തി ഒന്നേ ഉള്ളൂ വഴി എന്നാരും പറഞ്ഞിട്ടില്ല. ഭഗവത് സ്മരണയ്ക്കാണ് പ്രാധാന്യം, അത് ഏത് വഴിയിലാണെങ്കിലും. ഗോപ്യ കാമാത് ഭയാത് കംസഃ ദ്വേഷാത് ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയാ സ്നേഹാദ്യൂയം ഭക്തിയാവയം വിഭോ. ഗോപികമാര് കാമം കൊണ്ടാണ് കൃഷ്ണനെ സ്മരിക്കാൻ തുടങ്ങിയത്, കംസൻ ഭയം കൊണ്ട്, ശിശുപാലൻ മുതലായിട്ടുള്ളവരെ ദ്വേഷം കൊണ്ട്, യാദവന്മാർ ബന്ധുത്വം കൊണ്ട്, നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട്, ഞങ്ങൾ ഭക്തി കൊണ്ട്. ഓരോരുത്തരും ഓരോ കാരണം കൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേരൻ എങ്ങനെ നരകത്തിൽ പതിച്ചു എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയുകയാണ്, ഭഗവത് ധ്യാനം ഉണ്ടായിരുന്നില്ല അയാൾക്ക്, അതാണ് കാരണം. കഥമോപിത വേനസ്യാൽ പഞ്ചാനാം പുരുഷം പ്രതി തസ്മാൽ കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. ഭഗവാനിലേക്ക് എത്താനുള്ള ഈ 4-5 ഭാവങ്ങൾ പറഞ്ഞു, അതിലൊന്നുപോലും വേദന ഉണ്ടായിരുന്നില്ല. അതാണ് നരകത്തിൽ വീഴാൻ കാരണം. 5 ഭാവം എന്ന് പറഞ്ഞത് പഞ്ചാനാം പുരുഷം പ്രതി, 5 എന്ന് പറഞ്ഞത് വേരൻ പുരുഷനായതുകൊണ്ട് ഭഗവാനോട് കാമം തോന്നാൻ വഴിയില്ല, അതുകൊണ്ട് ബാക്കി 5 വികാരങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നുപോലും ഭഗവാനോട് അയാൾക്കുണ്ടായില്ല.
അതാണ് അയാൾ നരകത്തിൽ വീഴാൻ കാരണം. അപ്പം മനസ്സ് ഭഗവാങ്കലെത്തണം, അതിനാണ് പ്രാധാന്യം. വികാരം ഏതാന്നുള്ളതല്ല, മനസ്സ് ഭഗവാങ്കലെത്തണം. വേനന്റെ മനസ്സ് ഒരിക്കലും ഭഗവാങ്കൽ എത്തിയിരുന്നില്ല. വേനന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ 4-ാമത്തെ സ്കന്ധത്തിൽ. ഒരിക്കലും അയാളുടെ മനസ്സ് ഭഗവാങ്കൽ എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾക്ക് സദ്ഗതി കിട്ടാതെ പോയത്. അയാൾ തൻ്റെ സുഖം മാത്രം ചിന്തിച്ചു. മനസ്സ് ഭഗവാങ്കലേക്ക് എത്തട്ടെ, ഏത് വികാരം കൊണ്ടും. അത് സദ്ഗതിക്ക് കാരണമാണ്. മാതൃശ്വസേയോ വശ്ചൈദ്യോ ദന്തവക്ത്രശ്ച പാണ്ഡവ പാർഷദ പ്രവരോ വിഷ്ണോഹോ വിപ്രശാപാൽ പദാച്യുതൗ. പിന്നെ ഈ ശിശുപാലൻ ഒരു സാധാരണക്കാരനല്ല. അയാളുടെ പൂർവജന്മ കഥ ഒന്ന് സൂചിപ്പിക്കുകയാണ്. മാതൃശ്വസേഹ, അങ്ങയുടെ മാതൃസ്വസ, അമ്മയുടെ സഹോദരി, അവരുടെ മകനാണ് ഈ ശിശുപാലൻ. മാതൃശ്വസേയനാണ് അങ്ങയുടെ ഈ ശിശുപാലൻ. അതുപോലെ ദന്തഭക്തനും. അവർ രണ്ടാളും സനകാദികളുടെ ശാപം കൊണ്ട് വൈകുണ്ഠത്തിൽ നിന്ന് ഭ്രഷ്ടന്മാരായവരാണ്, ഭഗവാന്റെ പാർഷദന്മാരാണ്. അത് കേട്ടപ്പോ യുധിഷ്ഠിരൻ ഞെട്ടി. കീദൃശ കസ്യപാശാപോ ഹരിദാസാഭിമർശന അശ്രദ്ധേയ ഇവാഭാതി ഹരേരേകാന്തിനാംഭവ. ഭഗവാന്റെ പാർഷദന്മാർക്ക് ശാപോ? എന്ത് ശാപം? ആര് ശപിച്ചു? ഭഗവാങ്കൽ ഏകാന്ത ഭക്തി ഉള്ളവർക്ക് വീണ്ടും ജന്മം വരുമോ? വൈകുണ്ഠം എന്നൊക്കെ പറഞ്ഞാൽ അപുനർഭവം, ഇനിയൊരു തിരിച്ചുവരവില്ല ഈ ലോകത്തേക്ക്, അവിടെ ലയിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാർ, വൈകുണ്ഠത്തിലെ പാർഷദന്മാരായിരുന്നവർ വീണ്ടും ഇവിടെ ജനിക്കേ. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. ദേഹേന്ദ്രിയാസുഹീനാനാം വൈകുണ്ഠപുരവാസിനാം ദേഹസംബന്ധ സംബദ്ധം ഏതദാഖ്യാതുമർഹസി. പ്രാകൃതങ്ങളായിട്ടുള്ള പ്രകൃതിയുടേതായിട്ടുള്ള ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെ ഒന്നും ബന്ധമില്ല വൈകുണ്ഠവാസികൾക്ക്, അവിടെയുള്ള ആൾക്കാർക്ക്. അവർക്ക് ഈ പ്രാകൃതമായിട്ടുള്ള ദേഹസംബന്ധം എങ്ങനെ ഉണ്ടായി വന്നു? അതിനെക്കുറിച്ച് പറഞ്ഞു തരണം. ഏകദാ, നാരദ മഹർഷി പറയുകയാണ്, ഏകദാ ബ്രഹ്മണപുത്ര വിഷ്ണുർലോകം യദൃച്ഛയാ സനന്ദനാദയോ ജഗ്മോ ചരന്തോ ഭുവനത്രയം. ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള സനകാദികൾ ഒരിക്കൽ ബ്രഹ്മാണ്ടം മുഴുവൻ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ യാദൃച്ഛികമായിട്ട് വൈകുണ്ഠലോകത്തേക്ക് എത്തി. പഞ്ചഷഡ്ഢായനാർഭാഭാഹ പൂർവേഷാമപി പൂർവജാഹ ദിഗ്വാസസ ശിശുന്മത്വാ ദ്വാസ്ഥൗതാൻ പ്രത്യഷേധതാം. പഞ്ചഷഡ്ഢായനാർഭാഭാഹ, 5-6 വയസ്സ് മാത്രം ഉള്ള കുട്ടികളെ പോലെ കണ്ടാൽ തോന്നും ഇവരെ. എപ്പോഴും അങ്ങനെയാണ്. 5-6 വയസ്സുള്ള കുട്ടികളുടെ രൂപമാണ് അവർക്ക്. പൂർവേഷാമപി പൂർവജാഹ, നമുക്കൊക്കെ പൂർവജന്മാരായിട്ടുള്ളവർക്കും പൂർവജന്മാരാണ്. സാക്ഷാൽ ശ്രീപരമേശ്വരന് മുൻപേ ഉണ്ടായവരാണ്. ദിഗ്വാസസഹ, ദിഗംബരന്മാരാണ്. അവര് വൈകുണ്ഠലോകത്തേക്ക് എത്തി. ദ്വാസ്ഥൗ, അവിടെ കാവൽക്കാര്, ദ്വാ എന്ന് പറഞ്ഞാൽ ദ്വാരം, ഗോപുരം, അവിടെ സ്ഥിതി ചെയ്യുന്നവർ ദ്വാസ്ഥന്മാർ. അങ്ങനെയുള്ള അവര് കാവൽക്കാര് ശിശൂന്മുത്വാൻ പ്രത്യക്ഷേധതാം, കുട്ടികളാണ് ഇവരെന്ന് കരുതിയിട്ട് അവരെ തടുത്തു. അശപൻ കുപിത ഏവം യുവാം വാസം നചാർഹഥ രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ പാപിഷ്ഠാമാസുരീം യോനിം ബാലിശൗ യാതമാശ്വത. അങ്ങനെ തടഞ്ഞപ്പോൾ കുപിതാഹ, ഈ സനകാദികൾക്ക് കോപമുണ്ടായി. ഏവം അശപൻ, അവർ ശപിക്കുകയും ചെയ്തു ഇപ്രകാരം. നിങ്ങൾ രജോ ഗുണത്തിൻ്റെയോ തമോ ഗുണത്തിൻ്റെയോ ലവലേശം ബന്ധമില്ലാത്ത ശുദ്ധസത്വമായിട്ടുള്ള ഭഗവാന്റെ ഈ വൈകുണ്ഠത്തിൽ നിൽക്കുന്നവര്, പക്ഷേ നിങ്ങളിവിടെ നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല, അർഹിക്കുന്നവരല്ല. നിങ്ങൾ ബാലിശന്മാരാണ്, ബുദ്ധിശൂന്യന്മാരാണ്, ഇവിടെ നിന്നാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാത്തവര്. പാപിഷ്ഠാം ആസുരീം യോനിം ആശുയാതം, പാപഭൂയിഷ്ഠമായിട്ടുള്ള ആസുര യോനിയിൽ പോയി ജനിക്കണം എത്രയും വേഗം. ഏവം ശബ്ദൗ സ്വഭവനാൽ പതന്തൗ തൈ കൃപാലുഭി പ്രോക്തൗ പുനർജന്മഭിർവാം ത്രിഭിർലോകായ കൽപ്പതാം. ഇങ്ങനെ ശപിക്കപ്പെട്ട വൈകുണ്ഠത്തിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നവര്
3 ജന്മം കൊണ്ട് ശാപം തീർന്ന് പിന്നെയും നിങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ വരാൻ കഴിയൂട്ടോ എന്നുള്ള സനകാദികളുടെ അനുഗ്രഹവും നേടിയെടുത്തു. ഈ കഥയൊക്കെ നേരത്തെ തൃതീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാൽക്കൽ വീണ് നമസ്കരിച്ചതും എവിടെ വേണമെങ്കിൽ പോയി ജനിക്കാം, ഭഗവാനെ മറക്കാൻ ഇടപെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പ്രാർത്ഥിച്ചതുമായിട്ടുള്ള രംഗം ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചത്. എന്തായാലും അങ്ങനെ 3 ജന്മം കൊണ്ട് ശാപകാലം കഴിഞ്ഞ് ഭഗവാനിൽ തിരിച്ചെത്താൻ കഴിയും എന്ന് സനകാദികളുടെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ജജ്ഞാതേതൗ ദിതേ പുത്രൗ ദൈത്യദാനവവന്ദിതൗ ഹിരണ്യകശിപുർ ജ്യേഷ്ഠോ ഹിരണ്യാക്ഷോ അനുജസ്തതഃ. അങ്ങനെ അവർ രണ്ടുപേരും ദൈത്യദാനവന്മാരാൽ വന്ദിതരായിട്ടുള്ള ദിതിയുടെ 2 പുത്രന്മാരായിട്ട് ജനിച്ചു. ഹിരണ്യകശിപു എന്ന ജ്യേഷ്ഠനും ഹിരണ്യാക്ഷൻ എന്ന അനുജനും. ഹതോ ഹിരണ്യകശിപു ഹരിണ സിംഹരൂപിണ. നരസിംഹമൂർത്തിയായി വന്ന് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊന്നു, അഥവാ ഹിരണ്യകശിപു നരസിംഹമൂർത്തിയാൽ കൊല്ലപ്പെട്ടു. ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുമ്പോൾ ധരോദ്ധാരേ സൗകരംബു വിഭ്രത ഹിരണ്യാക്ഷ. ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന ഭഗവാൻ വരാഹമൂർത്തിയാൽ ഹിരണ്യാക്ഷനും വധിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിന് ഇങ്ങനെ ഭഗവാനാൽ വധം ലഭിക്കാനുണ്ടായ കാരണം അത് പറയുകയാണ്. ഹിരണ്യകശിപുത്രം പ്രഹ്ലാദം കേശവപ്രിയം ജിഘാംസുരകുരോ നാനായാതന മൃത്യുഹേതവേ. ഹിരണ്യകശിപു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പ്രഹ്ലാദൻ എന്ന പുത്രനെ കൊല്ലാൻ ആഗ്രഹിച്ചു. അതിനായിട്ട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു. സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം ഭഗവത് തേജസാ സ്പൃഷ്ടം നാശക്നോദ്ധന്തുമുദ്യമേഹി. എല്ലാത്തിലും ഭഗവാനെ കാണുന്ന, സർവഭൂതജാലങ്ങളുടെയും ആത്മഭൂതനായി നിൽക്കുന്ന, എല്ലാവരിലും തന്നെ കാണുന്ന, അതുകൊണ്ട് പരമശാന്തനായിട്ടുള്ള ആ പ്രഹ്ലാദൻ, ഭഗവാന്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്ന പ്രഹ്ലാദൻ എന്ന ഭക്തൻ, അദ്ദേഹത്തെ വധിക്കാൻ ഹിരണ്യകശിപു എത്ര പ്രയത്നിച്ചിട്ടും സാധിച്ചില്ല. ആ ഭാഗവത ദ്രോഹം, ഭക്തനോട് ചെയ്ത ആ ദ്രോഹം, അതാണ് ഹിരണ്യകശിപുവിൻ്റെ നാശത്തിന് കാരണമായി വന്നത്. പിന്നെ തതസ്ഥൗ രാക്ഷസൗ ജാതൗ കേശിന്യാം വിശ്രവസ്തുതൗ രാവണ കുംഭകർണശ്ച സർവലോകോപതാപനൗ. പിന്നെ അവരെ രാവണൻ, കുംഭകർണൻ എന്നിങ്ങനെ പേരിൽ പ്രസിദ്ധരായിട്ട് ലോകങ്ങളെയും ദ്രോഹിക്കുന്നവരായിട്ട്, സർവലോകോപതാപനൗ, സർവലോകങ്ങളെയും ദ്രോഹിക്കുന്നവരായിട്ട് രാക്ഷസന്മാരായിട്ട് ജനിച്ചു. വിശ്രവസിൻ്റെയും കേശിനിയുടെയും പുത്രന്മാരായിട്ട്. തത്രാപി രാഘവോ ഭൂത്വാന ഹനച്ഛാപമുക്തയേ. ആ ജന്മത്തിലും ഭഗവാൻ വന്നു അവരെ വധിക്കാനായിട്ട്, ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചു വന്നു. അവരുടെ ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടി അവരെ രണ്ടുപേരെയും വധിച്ചു. അപ്പോൾ ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ രാമചരിതം എന്ന് കേട്ടപ്പോഴേ അത് കേൾക്കാൻ അപ്പോഴേക്കും ആഗ്രഹം ഉണ്ടായി പരീക്ഷത്തിന്. രാമായണം ഇപ്പം എങ്ങാനും പറയാതിരുന്നാൽ പിന്നെ അത് തീരുമോ? അതല്ലല്ലോ ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കഥ. അതുകൊണ്ട് കഥ കേൾക്കാനിരിക്കുന്ന ധർമ്മപുത്രന് രാമായണം കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് വന്നപ്പോഴേക്കും ഇവിടെ ഇതാ നാരദ മഹർഷി പറയുന്നു, അതങ്ങ് വീണ്ടും കേൾക്കും. രാമവീര്യം ശിരോഷ്യസിത്വം മാർക്കണ്ഡേയ മുഖാൽ പ്രഭോ. മാർക്കണ്ഡേയ മുഖത്ത് നിന്ന്, മാർക്കണ്ഡേയ മഹർഷിയിൽ നിന്ന് അങ്ങ് രാമായണം വിസ്തരിച്ച് കേൾക്കും. അതിനൊരു സന്ദർഭം വരും മഹാഭാരതത്തിൽ. പിന്നെ വനത്തിൽ വസിക്കുന്ന സമയത്താണ് രാമായണം പറയണതൊക്കെ. താവേവ ക്ഷത്രിയൗ ജാതൗ മാതൃശ്വസ്രാത്മജൗ തവ അധുനാശാപധർമ്മകൃതൗ കൃഷ്ണചക്രകഥാം ഹസൗ. അങ്ങനെ അവർ രണ്ടും പിന്നെ ഇതാ അങ്ങയുടെ അമ്മയുടെ സഹോദരിയുടെ പുത്രന്മാരായിട്ട്, ക്ഷത്രിയന്മാരായിട്ട് ജനിച്ചിരിക്കണം. സഹോദരി പുത്രന്മാരെന്ന് പറയുമ്പോൾ ഒരു സഹോദരിയുടെ അല്ല കേട്ടോ, രണ്ടാളും 2 സഹോദരിമാരുടെ പുത്രന്മാരായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അതൊക്കെ ഇനി നവമസ്കന്ധത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും അത് വംശാവലിയൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കൃഷ്ണചക്രകഥാം ഹസൗ, ശ്രീകൃഷ്ണമൂർത്തിയായി അവതരിച്ച ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് നശിപ്പിക്കപ്പെട്ട സകല പാപത്തോടും കൂടി അവർ മുക്തന്മാരായി തീർന്നു. കൃഷ്ണചക്രഹത അംഹസൗ, ഭഗവാന്റെ ത്രിചക്രം അവരുടെ അംഹസ് പാപങ്ങളെയാണ് ഹതമാക്കി തീർത്തത്, ഇല്ലാതാക്കി തീർത്തത്, അവരെയല്ല എന്നർത്ഥം. ആണ് പ്രത്യേകിച്ച് എടുത്ത് പറയണത്.
ഭഗവാന്റെ തിരുച്ചക്രം അവരുടെ പാപങ്ങളെയല്ല ഉണ്ടാക്കിയത്, അവരെയല്ല, ആ ആത്മാക്കള് നിത്യന്മാരാണ് ഭഗവാൻ ലയിക്കുകയാണ് ചെയ്തത്. വൈരാനുബന്ധ തീവ്രേണ ധ്യാനേന അച്യുതസാത്മതാം നീതൗ പുനർഹരേ പാർശ്വം ജഗ്മദുർവിഷ്ണു പാർഷദവും. തുടർച്ചയായിട്ടുള്ള വൈരമായിരുന്നു ഭഗവാനോട്, അതിൻ്റെ ശക്തി കൊണ്ട് തീവ്രമായിരുന്നു, നിത്യനിരന്തരമായി തീർന്നു ഭഗവത് ധ്യാനം. അങ്ങനെ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചു അവർ രണ്ടുപേരും. വിദ്വേഷോദയിതേ പുത്രേ, യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണത് കേട്ടിട്ട്. ഹിരണ്യകശിപുവിനെ കുറിച്ച് കേൾക്കാനാണ് ആഗ്രഹം. വിദ്വേഷോദയിതേ പുത്രേ കഥമാസീൻ മഹാത്മനി ബ്രൂഹിമേ ഭഗവൻ യേന പ്രഹ്ലാദസ്യ അച്യുതാത്മതാ. ദയിതേ പുത്രേ, ഏറ്റവും പ്രിയപ്പെട്ട പുത്രനല്ലേ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനാണെങ്കിൽ മഹാത്മനി, ഏറ്റവും മഹാത്മാവുമാണ്. അങ്ങനെ ഒരാളോട് എങ്ങനെ വിദ്വേഷമുണ്ടായി, എങ്ങനെ ദേഷ്യം വന്നു ഈ ഹിരണ്യകശിപുവിന്? പ്രിയപ്പെട്ട പുത്രൻ, വളരെ നല്ല പുത്രൻ, അയാളോട് എങ്ങനെയാണ് ഒരു അച്ഛന് ദേഷ്യം വരിക? എന്ത് കാരണം കൊണ്ടാണ് പ്രഹ്ലാദന് ഭഗവാൻ ഏകാന്ത ഭക്തി ഉണ്ടായത്? ഇത് രണ്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നിങ്ങനെ യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ ഉത്തരമായിട്ടാണ് ഇനി അങ്ങോട്ട് 9 അധ്യായങ്ങളെ കൊണ്ട് പ്രഹ്ലാദ ചരിത്രം പറഞ്ഞു കേൾപ്പിക്കുന്നത്. നാളെ നാം പറയുന്ന 2ാമത്തെ അധ്യായത്തിൽ ഹിരണ്യകശിപു ഭഗവാനെ എതിർക്കാനുള്ള ശക്തി കിട്ടാനായിട്ട് തപസ്സിന് പുറപ്പെടുന്ന രംഗത്തെ പറയും. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.